ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഹോട്ടലിലും കാണുന്നില്ലേ, അതേ രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടി 1 കിലോ നേന്ത്രപ്പഴം നീളത്തിൽ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മൈദയാണ്, പിന്നെ പച്ചരിയും കൂടി എടുക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ, 1 കപ്പ് പച്ചരിപ്പൊടി, 3/4 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കണം. പഞ്ചസാര നിങ്ങൾക്ക് ഇത്രയൊന്നും മധുരം വേണ്ട എങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ നല്ല മധുരത്തോടു കൂടിയാണ് കഴിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കിട്ടിയ പഴം ഉണ്ടല്ലോ, അതിന് വലിയ മധുരവും ഇല്ല. ഇനി കട്ടകളൊന്നും ഇല്ലാണ്ട് സ്മൂത്തായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഈ ഒരു പരുവത്തിൽ കലക്കിയെടുക്കണം. ഇനി ഈ ബാറ്റർ ഉണ്ടല്ലോ, മൂടി വെച്ചതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അത് ഇട്ട് മുക്കി നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ കൂടുതൽ ചൂടാവണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. എണ്ണ കൂടുതൽ ചൂടായാലുണ്ടല്ലോ, ഈ പഴംപൊരി ഇടുന്ന സമയം പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആവും. അതേപോലെ തന്നെ മീഡിയം തീയിൽ വെച്ച് തന്നെ ഫുള്ളായിട്ടും ഫ്രൈ ആക്കി എടുക്കണം. ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ പുറം ഭാഗം പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, പഴം നന്നായിട്ട് കുക്കാവില്ല. എന്നിട്ട് ഒരു ഭാഗം ഗോൾഡ് കളറായി കഴിഞ്ഞാൽ മറ്റേ ഭാഗവും തിരിച്ചിട്ട് അതും ഗോൾഡ് കളറായാൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് 1 മണിക്കൂറൊന്നും റെസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല എന്ന് വിചാരിക്കുക. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയമില്ല എങ്കിൽ ഒരു നുള്ള് അപ്പക്കാരം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. അപ്പക്കാരം ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പക്കാരം ഇട്ടാലുണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റൊക്കെയാണ്. ഒരു ബാച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല മഴ പെയ്യുന്ന സമയമല്ലേ, ഈ സമയത്ത് കട്ടൻ ചായ അല്ലെങ്കിൽ കോഫി ഇതെല്ലാം കൂട്ടി പഴംപൊരി കഴിക്കാനുണ്ടല്ലോ ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനിവിടെ കാറ്ററിംഗ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ സെയിൽ ചെയ്യുന്ന ഈ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതേപോലെ അത്രയും ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വർഷങ്ങളായിട്ട് സെയിൽ ചെയ്യുന്ന റെസിപ്പിയുടെ സീക്രട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ കോഫി ഉണ്ടാക്കി. ഇനി വൈകുന്നേരത്തെ കോഫിയും അതേപോലെ തന്നെ പഴംപൊരിയും കഴിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പഴം എല്ലാവരുടെ വീട്ടിലുണ്ടാവും. ഈ റെസിപ്പി കണ്ടാൽ ഇപ്പം തന്നെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് കാണാൻ ഇത്രയും ഭംഗിയും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുമായിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. വീണ്ടും കാണാം. ബൈ ബൈ.